ഹലോ ഹായ് വണക്കം മകളെ വണക്കം. ഇന്നൊരു കിടിലൻ ത്രില്ലർ മൂവിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, പുതിയ പുതിയ സംവിധായകരുടെ ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ കാണണോ വേണ്ടയോ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ചിന്തിക്കാറുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വേണോ വേണ്ടേ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പടം കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്യാറുണ്ട്. ബട്ട് ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, ചുമ്മാ ഒന്ന് കണ്ടു നോക്ക്, ഇങ്ങനെ പടം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുറേ നാളായി ഒരു ക്രൈം ത്രില്ലർ മൂവി കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ടു തുടങ്ങി. തുടക്കത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു എന്താ പറയുക, ഒരു ക്രൈം ത്രില്ലർ മൂവിയുടെ പാറ്റേണിലേക്ക് തന്നെ സിനിമ കൊണ്ടുപോവുകയാണ്. കത്തിക്കരിഞ്ഞ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു, പോലീസുകാരാകെ കുഴഞ്ഞിരിക്കുന്നു, അവിടെ സ്വൈരവിഹാരം നടത്തുന്ന ഒരു സീരിയൽ കില്ലർ. ഞാൻ വിചാരിച്ചു ഇത് ക്ലീശ സാധനമാണല്ലോ, ഇത് വേറൊരു രീതിക്ക് ഇങ്ങനെ പോവുകയാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ പെതുക്കെ സിനിമ വേറൊരു ട്രാക്കിലോട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകും. ആ ഒരു തരത്തിൽ നിന്ന് പെതുക്കെ ഇങ്ങനെ സിനിമ നമ്മളെ ഇങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കും. വളരെ കുറച്ച് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ സിനിമ കൂടുതൽ ഇങ്ങനെ വേറെ വൈഡായിട്ടുള്ള ഏരിയയിലോട്ടൊന്നും കഥ പറയാൻ ശ്രമിച്ചിട്ടില്ല. എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഏരിയയിൽ എന്തൊക്കെ പറയണോ അതൊക്കെ നൈസായിട്ട് അവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സംഭവങ്ങളെ ക്ലിയർ കട്ടായിട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെയാണ് കഥ മൂവ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ഫാസ്റ്റ്നെസ്സിൻ്റെ ഇടയിലേക്ക് ഒരു റൊമാൻസ് കൊണ്ടിട്ട് ഞാൻ വിചാരിച്ചത് കല്യാടി പരിപാടി പുല്ല് വേണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പം ഇതൊക്കെ അവിടുന്ന് അങ്ങോട്ട് ട്രാക്ക് മാറ്റിയിട്ട് പടം വേറൊരു മൂഡിലേക്ക് അങ്ങോട്ട് കയറും. അവിടുന്ന് തിരിയുന്ന ഓരോ ടേൺസും ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ഈ സിനിമയെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ടേൺസ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. പതുക്കെ ആ ടേണുകൾ മാറി മറിഞ്ഞ് നമ്മളെങ്ങനെ കൊണ്ടുപോയിട്ട് അവസാന പോർഷനിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് കിടിലമായിട്ടാണ് ആ സാധനങ്ങൾ എൻഗേജ് ചെയ്യിപ്പിച്ച് നമ്മളെ ത്രില്ല് ചെയ്യിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് പറയത്തില്ലേ, ആ ഒരു കാര്യം എനിക്ക് ഈ സിനിമയിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊരു ഒരു ഒരു കിടിലൻ ബ്രില്യൻ്റ് ഐഡിയ ആണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടിടും. അതൊക്കെ ഇങ്ങനെ ഫേക്കായിട്ട് കൊണ്ടുവന്നിട്ടിട്ട് നമ്മളിങ്ങനെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയല്ല. ക്ലിയറായിട്ട് ആ പാത്തിലൂടെ പോയി ആ പാത്തിലൂടെ നമ്മളെ എങ്ങനെ മൈൻഡ് ഗെയിം കളിപ്പിച്ച് പറ്റിക്കാം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് നന്നായിട്ട് ലോകേഷ് അജൽസ് എന്ന് പറയുന്ന സംവിധായകൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആ പരിപാടി വർക്കായി. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നവീൻ ചന്ദ്രനാണ്. പുള്ളി ഒരുപാട് സിനിമകളിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുകയാണ്. സോ ഈ സിനിമയിലേക്ക് വരുമ്പോൾ പുള്ളി ഹീറോയാണ്. അപ്പോൾ എനിക്കൊന്ന് ബഡ്ജറ്റും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ സിനിമ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. ബട്ട് എന്നാണെങ്കിലും നവീൻ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം ഒരു പോസിറ്റീവ് ഫീലൊക്കെ വരുന്നുണ്ട്. ബട്ട് പുള്ളിയുടെ ഒരു മസിൽ പിടിച്ചുള്ളൊരു അഭിനയം ചിലയിടത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഓൾമോസ്റ്റ് കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്. ബട്ട് കോ ആക്ടേഴ്സായിട്ട് വന്ന ഒന്ന് രണ്ട് പേരുടെ പെർഫോമൻസ് കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറേ കൂടെ ഈ സിനിമ പീക്ക്നെസ്സിലോട്ട് കയറിപ്പോയേനെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ബട്ട് ഇതിനകത്ത് ഒന്ന് രണ്ട് ഇമോഷണൽ സംഭവങ്ങൾ വരുന്ന ഏരിയ ഉണ്ട്. അത് ഭയങ്കരമാണ് കേട്ടോ. അത് ഹേർട്ട് ടച്ചിങ് ഐറ്റമാണ്. അത് എവിടെ എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ സിനിമയിൽ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന പരിപാടി ഭയങ്കര നൈസാണ്. അങ്ങനെ കൊണ്ടുവന്ന് നമ്മളെങ്ങനെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിച്ച് നമ്മളെ അത്യാവശ്യം ത്രില്ല് ചെയ്യിപ്പിച്ച് സിനിമ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഒരു ക്രൈം ത്രില്ലർ മൂവി ആകുമ്പോൾ അറിയാമല്ലോ പല രീതിയിലുള്ള സാധനങ്ങളെ ഇങ്ങനെ കൊണ്ടുവരണം. സോ അതിൻ്റെ എല്ലാം മൂഡ് പിടിച്ച് ഈ സാധനത്തിനെ ഇങ്ങനെ കൊണ്ടുവരാനായിട്ടും ഡി ഇമ്മൻ പുള്ളിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അത് നൈസായിട്ട് വർക്കായിട്ടുണ്ട് ആ സംഭവം. അപ്പം മ്യൂസിക്കും പല ഏരിയാസൊക്കെ നല്ല പീക്ക്നെസ്സിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മൂഡ് പിടിച്ചും കൊണ്ടുപോകുന്നുണ്ട്. സിനിമാറ്റോഗ്രഫി കുറേ ഏരിയാസൊക്കെ നല്ല നൈറ്റ് ഷോട്ട്സും പരിപാടികളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചില ഫ്രെയിമുകളൊക്കെ എനിക്ക് ചില ഒന്ന് രണ്ട് ഫ്രെയിമുകളൊക്കെ എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. സിനിമ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് പാറ്റേൺ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന പാറ്റേണിനകത്ത് കൊണ്ടുവരുന്ന ഇമോഷൻസും പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ പരിപാടികളും ഈ സിനിമ പിടിച്ചിട്ടുണ്ട്. ഒരു സ്ഥിരം പാറ്റേണിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളും എന്നാൽ പറയാനുള്ള കാര്യങ്ങൾ കറക്റ്റ് നല്ല ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു വെച്ചിട്ട് നമ്മളെ കൊണ്ട് ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും. ഇത് വേണോ ഇത് വേണ്ടേ എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ആ രീതിയിൽ നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കളിച്ച് ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് കുറേ പരിപാടികളും കൂടെ വെക്കുമ്പോൾ സിനിമ പൂർണ്ണമാവും. അപ്പോൾ നമുക്ക് ചെറിയൊരു സാറ്റിസ്ഫാക്ഷനും ചെറിയൊരു വിഷമവും ഇങ്ങനെ പല കാര്യങ്ങളും ഒരേ സമയം നമുക്ക് കണക്റ്റ് ആവും. സോ ആ കാര്യത്തിൽ ഈ സിനിമ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടുനോക്കാൻ പറ്റുന്ന ഒരു നല്ല ക്രൈം ത്രില്ലർ മൂവിയാണ് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ പ്ലേ ചെയ്യുന്ന 11 എന്ന് പറയുന്ന ഒരു മൂവി. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുപോകുക,
കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം. കാരണം നിങ്ങളെയൊക്കെ ഒരു സപ്പോർട്ട് കിട്ടിയാലേ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും കൂടെ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നവർ ദയവ് ചെയ്ത് നിങ്ങളൊരു അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും കൂടെ സന്തോഷമാണ്. അത് വായിക്കുമ്പോൾ നിങ്ങളും അത് കണ്ടു എന്ന് അറിയുമ്പോൾ നമുക്കും അത്രയും സന്തോഷമാണ്. സോ കൂടുതൽ സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് പലപ്പോഴും അത് കിട്ടാറില്ല. എനിവേ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും വിചാരിക്കുകയാണ് നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അഭിപ്രായങ്ങൾ വ്യക്തിപരം, സിനിമ കണ്ടു വിലയിരുത്തുക. അപ്പോൾ പറഞ്ഞൊന്നും മറക്കരുത്, കൂടെ ഉണ്ടാവുക. പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും